നിങ്ങളൊരു ആക്സറി ഷോപ്പിൽ പോയി ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു റബ്ബർ ക്യാപ്പ് ഒരു കാരണവശാലും കട്ട് ചെയ്യരുത്. രാത്രി ഇപ്പം ഞാൻ ഏകദേശം ഗുണ കേവിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറയാണ് നിൽക്കുന്നത്. ഒരു ഹെഡ്ലൈറ്റ് ബൾബ് വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം? അങ്ങനെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ ഈ ക്രോസ് ലിങ്ക് വീൽസിൻ്റെ 180 വാട്ട്സ് യൂസ് ചെയ്യാണ്. ഒരു ബഡ്ജറ്റ് ഹെഡ്ലൈറ്റ് ബൾബ് വന്നിരിക്കുകയാണ്. അതായത് ക്രോസ് ലിങ്ക് വീൽസിൻ്റെ 192 വാട്ട്സിന് അത്രയും പ്രൈസിൽ പലർക്കും അഫോർഡബിൾ അല്ല. എന്നാൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളൊരു 180 വാട്ട്സിൻ്റെ സെയിം കമ്പനി, അതായത് ക്രോസ് ലിങ്ക് വീൽസിൻ്റെ തന്നെ നമുക്ക് പുതിയൊരു മോഡൽ വന്നിരിക്കുകയാണ്. ഈ ഒരു മോഡൽ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. അതായത് എൻ്റെ സെലിയോറിയിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് കുറച്ച് ഡ്രൈവും കാര്യങ്ങളൊക്കെ. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 10,600 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്ഷനാണ്. നവംബർ 2025 ഡിസംബറിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഏതായാലും പെട്ടെന്ന് നമുക്ക് ഇവനൊന്ന് അൺബോക്സ് ചെയ്യാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. നമ്മുടെ ചാനലൊക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഏതായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് വാറണ്ടി കാർഡ് കാണാം. ഞാനത് മാറ്റി. ക്രോസ് ലിങ്ക് വീൽസ്. അങ്ങനെ ഈ ലൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കീടിലെ നൈറ്റുമാണത്. വർക്ക് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, നോക്കിയിട്ട് ഞാൻ പറയാം. സംഗതിയുടെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തന്നെ ഓവറോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡ്രൈവർ യൂണിറ്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. ക്രോസ് ലിങ്ക് വീൽസ് 180 വാട്ട്സ്. അതിൻ്റെ മാസം കൂടെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നവംബർ 2025 ആണ്. അതുപോലെ തന്നെ ഇത് H4 ബൾബാണ്. എൻ്റെ സെലീറിയോയ്ക്ക് വേണ്ട ഒരു H4 ആണ്. ഏതായാലും നമുക്ക് ഇവനെ പെട്ടെന്നൊന്ന് ഫിറ്റ് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മുടെ മൾട്ടി കളർ ഊരി മാറ്റുകയാണ്. സംഗതി കൊള്ളത്തില്ല. വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ റബ്ബർ ക്യാപ്പ്. പലരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഹെഡ്ലൈറ്റ് വാങ്ങിച്ച് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ആക്സറി ഷോപ്പിൽ പോയി ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു റബ്ബർ ക്യാപ്പ് ഒരു കാരണവശാലും കട്ട് ചെയ്യരുത്. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഇത് ഈ റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് പറയുന്നത് തന്നെ ഫാനൊക്കെ കയറാനുള്ള എളുപ്പത്തിനാണ്. ഒരു കാരണവശാലും റബ്ബർ ക്യാപ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റബ്ബർ ക്യാപ്പ് കട്ട് ചെയ്യാതെ തന്നെ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അതിനാദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു റിങ് ഊരിയെടുക്കുക. ഓക്കെ, നമ്മുടെ വാഹനത്തിലെ ഹെഡ്ലൈറ്റ് ബൾബ് ഊരിയെടുത്തതിന് ശേഷം ഈ റിങ്ങാണ് നമ്മൾ ആദ്യം ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്ത് കാണിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കൂടെ ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്ക്. ഇത് സ്ഥിരമായിട്ട് അഴിക്കുന്ന ഞാൻ കാണിച്ചു തരുന്ന വീഡിയോ. ഇനി ഈ റബ്ബർ ക്യാപ്പ് ഞാൻ ഫിറ്റ് ചെയ്യണം. നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ആ റിങ് ഇട്ടു, റബ്ബർ ക്യാപ്പ് ഫിക്സ് ചെയ്തു. ഓക്കെ, റബ്ബർ ക്യാപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ഇനി ഈ ബൾബ് ഞാൻ ഇൻസേർട്ട് ചെയ്യാം. നിങ്ങളിത് ഇവിടെ നോക്കിക്കോണം. റബ്ബർ ഞാൻ കട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്നു. അതെ, വളരെ സ്മൂത്തായിട്ട് തിരിച്ചു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ റബ്ബർ അവിടെയുണ്ട്, നിങ്ങൾക്ക് കാണാം. ആ റബ്ബറെ തന്നെയാണ് അത് പിടിപ്പിച്ചിരിക്കുന്നത്. ആ ലൈറ്റും ഇവിടെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലെയും ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇപ്പം അതിൻ്റെ കൃത്യം നമുക്കറിയാൻ സാധിക്കത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുന്നത് മാത്രമേ ഉള്ളൂ. യെസ്, ഇപ്പോൾ ലൈറ്റ് ഓണാണ്. ഇതിപ്പോൾ ഡിമ്മാണ്. ഹൈ ബീം, ലോ ആൻഡ് ഹൈ, ലോ ആൻഡ് ഹൈ. ഓക്കെ, ഇനി കൃത്യമായിട്ട് ഞാനൊരു ലോങ് ഡ്രൈവ് പോയിട്ട്, ഇനിയിപ്പോൾ രാത്രി ജസ്റ്റ് ഓടിച്ച് നോക്കി പറയുന്നതല്ല, ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് ഔട്ട്പുട്ടൊന്നും കൂടെ ഉള്ളത് നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ കുറേ ദിവസത്തെ യൂസേജിൻ്റെ ഒരു റിസൾട്ട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ക്രോസ് ലിങ്ക് വീൽസ് 180 വാട്ട്സിൻ്റെ ഒരു ഔട്ട്പുട്ട് വീഡിയോ. ദേ നിങ്ങൾക്ക് കാണാം, എൻ്റെ വാഹനത്തിൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ക്രോസ് ലിങ്ക് വീൽസിൻ്റെ 180 വാട്ട്സ്. അതായത് ഒരു ബഡ്ജറ്റ് ഹെഡ്ലൈറ്റ് ബൾബ്. പലരും ചോദിക്കുന്ന പോലെ ബഡ്ജറ്റ് കിട്ടാൻ പറ്റുന്നൊരു ഹെഡ്ലൈറ്റ് ബൾബാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു കിടു എന്ന് പറഞ്ഞാൽ കിടു, നിങ്ങൾക്ക് 100% വിശ്വസിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ബൾബ് തന്നെയാണ്. മിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിട്ട് ഇപ്പോൾ കൊടൈക്കനാലിൽ ഒരു 2-3 ദിവസമായിട്ട് ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. ഏതായാലും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. മഞ്ഞ് തപ്പി വരുമ്പോൾ മഞ്ഞത്തൂടെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പകൽ സമയങ്ങളിലായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ മഞ്ഞ്. രാത്രി ഇപ്പം ഞാൻ ഏകദേശം ഗുണ കേവിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറയാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാലും മഞ്ഞോ കാര്യങ്ങളില്ല, പക്ഷെ തണുപ്പോ ഒരു രക്ഷയില്ല. ഇനി മെയിനായിട്ട് പറയാനുള്ള 2-3 കാര്യങ്ങൾ. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വന്യജീവികൾ വരുമോ എന്നറിയത്തില്ല. കാരണം രാത്രി ഏകദേശം ഒരു 11 മണിയാകുന്നു. അതുകൊണ്ടാണ് ഞാൻ വാഹനത്തിനകത്തോട്ട് കയറിയത്. ഇനി പറയാനുള്ളൊരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ക്രോസ് ലിങ്ക് വീൽസ് എന്ന് പറയുന്ന കമ്പനി പലർക്കും അറിയായിരിക്കും, പലർക്കും അറിയത്തില്ലായിരിക്കും. 2006 ഉള്ളൊരു കമ്പനിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് നോക്കി. 180 വാട്ട്സിന് 180 വാട്ട്സിൻ്റെ കിടു എന്ന് പറഞ്ഞാൽ കിടു ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുള്ള സമയത്തും മഞ്ഞുള്ള സമയത്തും നല്ല രീതിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടും. അതായത് റോഡ് നനഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും ഒരു രക്ഷയില്ല, നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് വഴി കാണാൻ പറ്റും. 192 ആണോ 180 ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ 192 എന്നേ പറയത്തുള്ളൂ. പക്ഷേ 180 ഒരു സാധാരണ വ്യക്തിക്ക് 180 അഫോർഡബിൾ ആണ്. പക്ഷേ
എങ്ങനെയുണ്ട് ഔട്ട്പുട്ട് എന്ന് ചോദിച്ചാൽ കിടു ഔട്ട്പുട്ടാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നായിരുന്നു. ഒരു ഹെഡ്ലൈറ്റ് ബൾബ് 2900-3000 രൂപയ്ക്ക് താഴെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആ വീഡിയോ തന്നെ 2-3 വട്ടം കണ്ടപ്പോഴേക്കും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, 2 വട്ടം നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അതായത് എന്തെങ്കിലും വാറണ്ടി ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, പല ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല, പല കമ്പനീസും നമുക്കിപ്പം LED ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ നമുക്ക് ഈ കസ്റ്റമേഴ്സ് പറ്റിക്കപ്പെടുന്ന ഒരു കാര്യം, അഥവാ റേറ്റ് കുറഞ്ഞ് കിട്ടുമ്പോൾ പറ്റിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നൊരു കാര്യമാണ് ലൂമൻ, അതായത് വെട്ടം ഒട്ടും തന്നെ ഉണ്ടാകുന്നതായിരിക്കത്തില്ല. അതായത് വെള്ള കളർ ലൈറ്റ് മാത്രം കാണത്തുള്ളൂ. ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരുപാട് മോഡൽസ് റേറ്റ് കുറഞ്ഞതൊക്കെ ഇങ്ങനെ പലരും എനിക്ക് തന്ന് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 5 പൈസയ്ക്ക് കൊള്ളത്തില്ല. ചിലതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ചിലതിൻ്റെ ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, റേറ്റ് കുറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ക്വാളിറ്റി അവിടെ കുറയുന്നുണ്ട്. ഫിലിപ്സ്, ഒസറാം, ഇങ്ങനെയൊക്കെ ഒരുപാട് ലൈറ്റിൻ്റെ ബ്രാൻഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്ര എണ്ണം റേറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കുക. ഇതിപ്പം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പലപ്പോഴും ഒരു ഹെഡ്ലൈറ്റ് ബൾബ് വാങ്ങുമ്പോൾ നമ്മൾ റേറ്റ് കുറവ് നോക്കും. പക്ഷേ റേറ്റ് കുറവ് നോക്കുമ്പോൾ നമ്മൾ എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? എങ്ങനെ റേറ്റ് കുറയുന്നു, ക്വാളിറ്റി കുറയുന്നു. എന്താണ് ഈ ക്വാളിറ്റി കുറയുന്നത്? നമുക്കിവിടെ ക്വാളിറ്റി കുറവ് വരുന്ന സമയത്ത് ലൂമൻ ആണ് ഇല്ലാതെയാകുന്നത്, അതായത് വെട്ടം. ലൂമൻ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം. പലപ്പോഴും ഞാൻ പല ബ്രാൻഡുകളുടെയും 32-33 ലൂമനൊക്കെ കണ്ട് വാങ്ങിച്ച് നോക്കിയിട്ട് അതിന് എൻ്റെ ലക്സ് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് 10,000 ലൂമൻ പോലും നിലവിൽ ഇല്ലാത്ത ബൾബുകൾ, പക്ഷേ 33,000 ലൂമൻ ബുക്കിലും അവരുടെ ബോക്സിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളാരും പറ്റിക്കപ്പെടരുത്. ചെറിയൊരു എമൗണ്ടിന് വേണ്ടി നിങ്ങളത് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല, പിന്നെ അടുത്തത് മേടിക്കും. ഇങ്ങനെ നോക്കുന്നതിൻ്റെ ആ ഒരു പ്രൈസ് മതി നിങ്ങൾക്ക് നല്ലൊരെണ്ണം വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഏതായാലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റിന് 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് വരുന്നത്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. സ്പോട്ടിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഒരു തവണ കംപ്ലൈൻ്റ് ആയി, രണ്ടാമത്തെ തവണയും പിന്നെ എപ്പോഴെങ്കിലും കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ 3 തവണ കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ 2 തവണ മാത്രം കിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. ഇതൊക്കെ അൺലിമിറ്റഡ് വാറണ്ടിയാണ് കൊടുക്കേണ്ടത്. കാരണം ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സിന് എന്തുകൊണ്ട് അൺലിമിറ്റഡ് വാറണ്ടി കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് കമ്പനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ ഈ ക്രോസ് ലിങ്ക് വീൽസിൻ്റെ 180 വാട്ട്സ് യൂസ് ചെയ്യാണ്. ഒരു ഹെഡ്ലൈറ്റ് ബൾബ് വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം? അതായത് പൊതുവേ നമ്മൾ പറയുന്നത് പോലെ ഏറ്റവും വില കുറഞ്ഞത് നോക്കി എടുത്താൽ മതിയോ? പോരാ. നിങ്ങളൊരു വില കുറഞ്ഞ ബൾബ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബൾബിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറവിന് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നത്, അതാദ്യം ചിന്തിച്ച് നോക്കുക. ക്വാളിറ്റി ഒരു വലിയ സംഭവമാണ്. ഹെഡ്ലൈറ്റ് ബൾബൊക്കെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു H4ൻ്റെ 2 ബൾബുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് ക്യാപ്പില്ല, ഒരെണ്ണത്തിന് ക്യാപ്പുള്ളൂ. ഈ ക്യാപ്പ് ഇല്ലാത്ത ബൾബിന് എന്താണ് സംഭവിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരും. അതായത് ഹെഡ്ലൈറ്റ് ബൾബ് ഇട്ട് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നതിൻ്റെ കണ്ണിലോട്ട് തന്നെ അടിച്ചു കൊടുക്കുന്ന രീതിയാണ്. അത് ക്വാളിറ്റി ഡിഫറൻസ് ആണ്. കാരണം ഒരു ഹെഡ്ലൈറ്റ് ബൾബ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൂമൻ, അതായത് വെട്ടം എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വാട്ട്സ് എന്തിനാണ് നോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കറണ്ട് കൺസ്യൂം ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് വാഹനത്തിൻ്റെ കറണ്ട് നോർമലായിട്ട് കൺസ്യൂം ചെയ്യുമോ, അതായത് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുമോ, അഥവാ റിലേ കിറ്റ് ആഡ് ചെയ്യണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പലരും പറയുന്നത് പോലെ 300 വാട്ട്സ് അല്ലെങ്കിൽ 350 വാട്ട്സിൻ്റെയൊക്കെ ബൾബ് ഉണ്ടോ? ഈ 300 വാട്ട്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബിൽ ആഡ് ചെയ്യാൻ പാടില്ല. 300 വാട്ട്സ് ഇട്ടാൽ എന്താണ് കുഴപ്പം വരുന്നത്? വയറിംഗ് ഹാർനസിൻ്റെ പ്രശ്നങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ വയറിംഗ് ഹാർനസ് ഫിറ്റ് ചെയ്താൽ പോരെ, വാറണ്ടിക്ക് പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഹെഡ്ലൈറ്റിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. 192 വാട്ട്സ് യൂസ് ചെയ്ത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഈ 180 വാട്ട്സും 100% ഉറപ്പ് പറയാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഇതുപോലൊരു ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പം വാഹനങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാലജൻ ബൾബ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒട്ടും വെട്ടം കാണത്തില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പം നിങ്ങൾ നോക്കണം, കണ്ടോ, ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പം ഞാൻ ലോ ടു ഹൈ ബീം, കണ്ടോ, സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെഡ്ലൈറ്റ് ബൾബ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇതിന് 180 വാട്ട്സേ ഉള്ളൂ. വയറിംഗ് ഹാർനസ് കിറ്റോ കാര്യങ്ങളൊന്നും മാറേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിങ് കിടുവാണ്. 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നു. നനഞ്ഞിരിക്കുന്ന റോഡിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം നനഞ്ഞ റോഡിൽ പൊതുവേ നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറച്ചേ കാണാറുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ പോലും നമുക്ക് റോഡിൻ്റെ വിസിബിലിറ്റി വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ഞാൻ അതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് തരാം. പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് എവിടെയാണ് ഡെലിവറി ചെയ്യുന്നതിന് ചാർജ് 60 റുപ്പീസ് നമുക്ക് അഡീഷണൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൂമൻ വരുന്നത് 18,300 ആണ് ഇതിൻ്റെ ലൂമൻ, അതായത് വെട്ടം വരുന്നത്.
2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ്, അതും അൺലിമിറ്റഡ് ആണ് വരുന്നത്. അതായത് എന്തെങ്കിലും രീതിക്ക് 2 വർഷത്തിനുള്ളിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര തവണയാണെങ്കിലും നിങ്ങൾക്ക് മാറി കിട്ടും. ഇത് ഞാൻ എടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് 2 വട്ടമൊക്കെ റീപ്ലേസ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒന്നുമില്ല, അൺലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന വാറണ്ടി. അപ്പം സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് വാങ്ങിച്ചോളൂ.